മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മാളവികയും ഭർത്താവ് തേജസും. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് ഈ താരദമ്പതികൾ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായി മാറിയത്. നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മാളവികയും തേജസും പരിചയപ്പെട്ടത്. ഇരുവരുടെയും സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ഇന്ന് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ദാമ്പത്യ ജീവിതം തന്നെയാണ് മാളവികയുടേതും തേജസിന്റേതും. ഇരുവർക്കും കൂടെ ഒരു കുഞ്ഞുമുണ്ട്. കുഞ്ഞുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും ഈ താരദമ്പതികൾ ഇരുവരുടെയും യൂട്യൂബ് ചാനലിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. മാളവികയുടെയും തേജസിന്റെയും കുഞ്ഞിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. ഗുൽസു എന്ന ഇവർ വീട്ടിൽ പേരിട്ടിരിക്കുന്ന ഗ്രതി എന്ന മകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ഏറെ അറിയേണ്ടത്. ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ തേജസ് പറഞ്ഞ ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്ക് തിരികെ പോകാൻ തോന്നുന്നില്ല എന്നാണ് തേജസ് പറഞ്ഞത്. മാളുവിനെയും മകളെയും ഒറ്റക്കാക്കി പോകാൻ തോന്നുന്നില്ല എന്നാണ് ഒരച്ഛൻ നല്ലൊരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത്. ഈ വാക്കുകളാണ് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞത്. മകൾ ജനിച്ചതിന് ശേഷം തേജസ് അങ്ങനെ ജോലിക്കൊന്നും പോവാറില്ലായിരുന്നു. കാരണം മകളുടെയും ഭാര്യയുടെയും ഒപ്പം സമയം ചെലവഴിക്കാനായിരുന്നു തേജസിന് ഇഷ്ടം. മകളെയും ഭാര്യയും ഒറ്റക്കാക്കാൻ തേജസ്സിന് അങ്ങനെ മനസ്സ് വന്നിരുന്നില്ല. ഇപ്പോൾ ഇതാ കുഞ്ഞെല്ലാം വളർന്നു വലുതായി. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് തേജസ്. എന്നാൽ ഇരുവരെയും തനിച്ചാക്കി ജോലിക്ക് പോവാനൊന്നും തേജസിന് താല്പര്യമില്ല. തേജസ് ജോലി ചെയ്യുന്നയിടത്ത് ലീവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് തേജസിന് ഇത്രയും മടി. അദ്ദേഹത്തിന് അങ്ങനെ ലീവ് എടുത്ത് നിൽക്കാനും പറ്റില്ല. ഇതുവരെയും ഞങ്ങളുടെ മോള് ഒരു കൈക്കുഞ്ഞായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൾ വളരാൻ ആരംഭിച്ചിരിക്കുകയാണ്. അവളുടെ വളർച്ച എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. അതുകൊണ്ട് തന്നെയാണ് പോവാനും എനിക്ക് തോന്നാത്തത്. അദ്ദേഹത്തിന്റെ സങ്കടം കണ്ട് നിരവധി ആരാധകരാണ് അദ്ദേഹത്തിന് ആശ്വാസവാക്കുകളുമായി എത്തിയത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഒരച്ഛനായാൽ മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞ് തിരികെ വരൂ. അപ്പോഴേക്കും കുഞ്ഞ് നന്നായി വളരും. കുഞ്ഞ് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും തുടങ്ങും. അപ്പോൾ കുഞ്ഞിന്റെ നല്ലൊരു സമയം അങ്ങനെ കടന്നുപോകും. നടക്കുന്നതും ഇഴയുന്നതും അല്ലെങ്കിൽ അച്ഛയ എന്ന് വിളിക്കുന്നതൊന്നും തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടാകില്ല. അത് വലിയൊരു ദുഃഖം തന്നെയാണ്. ഇപ്പോൾ ഇതാ നിരവധി പേരാണ് തേജസിനും മാളവികയ്ക്കും ആശംസാ വാക്കുകളുമായി എത്തിയത്. നിങ്ങൾ നല്ലൊരു മാതാപിതാവ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കടമകളൊക്കെ തന്നെയും നിങ്ങൾ മറികടക്കും. എന്നിട്ട് മകൾക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകും. ഒന്നിലും തളരരുത്. മകളെ കാണാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. അവൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇനിയുള്ള ജീവിതം. അവളെ നന്നായി നോക്കണം. അതുകൊണ്ട് ജോലിക്ക് പോയേ മതിയാകൂ എന്നൊക്കെയാണ് ആരാധകർ ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ എഴുതി രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആരാധകരെല്ലാവരും അവരുടെ അനുഭവങ്ങളും തുറന്ന് പറയുന്നുണ്ട്. മാളവികയുടെയും തേജസിന്റെയും ഈ ചെറിയൊരു ദുഃഖം ആരാധകർ ഇരു കഴിയും നീട്ടിയാണ് സ്വീകരിച്ചത്. നിരവധി പേരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിയതും.